എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാഞ്ചിക്ക് ശേഷം സോറോയെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ അവന്റെ എൻമാസ് സ്ക്വാഡ് അതെടുത്ത് അതില് ബ്ലൂ കളർ പവർ കൊണ്ടുവരികയാണ്. അവിടെ സോറോ ആണെങ്കിൽ അവന്റെ ഹോക്കി പവർ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് സ്ക്വാഡിലേക്ക് സപ്ലൈ ചെയ്തിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുക. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആട് കൺട്രോൾ ചെയ്ത് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ തന്നെ ആ കിങ്ങിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ അവൻ എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും കിങ്ങിന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീഴില്ല. ആണെങ്കിൽ ഫുൾ പവറിൽ ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോറൊക്കെ ആണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ അവന്റെ കൈവിട്ട് പോകുന്നതായിട്ട് തോന്നും. കാരണം അവൻ ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചും കിങ്ങിന്റെ യഥാർത്ഥ റും അറ്റാക്കിംഗ് സ്റ്റൈലും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല അവന്റെ ബോഡിയിൽ സോറോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു ചെറിയ സ്ക്രാച്ച് പോലും ക്രിയേറ്റ് ചെയ്യാനാവുന്നില്ല. ഒരു ചെറിയ സ്ക്രാച്ച് പോലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പൊ സോറോയെ ചൊടിപ്പിക്കുന്നത്. കിങ് ആണെങ്കിൽ വീണ്ടും വീണ്ടും സോറോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും സോറോ അവനവന്റെ സ്ക്വാഡ് വെച്ച് ആഞ്ഞൊന്ന് വെട്ടുക. ആ വെട്ടില് ആണെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയും. കിങ്ങിന്റെ ബോഡിയിൽ അൾട്രാ സീലിംഗ് ഹണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പവറുണ്ട്. ആ ഒരു പവറിന്റെ ശക്തിയാലാണ് കിങ്ങിന്റെ ബാക്ക് സൈഡിൽ ക്രിയേറ്റ് ആവുന്ന ആ ഒരു ഫയർ അതുണ്ടാവുന്നത്. ആ ഫയറിന്റെ ശക്തി കൂടുമ്പോൾ കിങ്ങിന്റെ പവർ കൂടും. അതിന്റെ ശക്തി കുറഞ്ഞ കിങ്ങിന്റെ പവർ അത് കുറഞ്ഞു വരും. സോ ആ ഒരു പവറിനെ മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മുടെ കിങ് അവൻ ഇത്രയും നേരവും സോറോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോറോ ആണെങ്കിൽ ആ ട്രിക്ക് മനസ്സിലാക്കും. സോറോ ആണെങ്കിൽ ആ ട്രിക്കുകളെല്ലാം മനസ്സിലാക്കി ഇപ്പൊ കിങ്ങിനെ ഫോളോ ചെയ്ത് അവൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞടിക്കും. പാട് വെച്ച് അടിച്ച ആ ഒരു പവർഫുൾ അറ്റാക്കിൽ ഇപ്പോ കിങ്ങിന്റെ ഫേസിലുണ്ടായിരുന്ന മാസ്ക് അത് മുഴുവനായിട്ടും തകർന്ന് ചോര തുളുമ്പുകയാണ്. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഷോക്കാവും. കാരണം ഇന്ന് വരെ അവന്റെ ഫേസ് അത് റിവീൽ ചെയ്തിട്ടില്ല. അത് ഹൈഡാക്കിയാണ് ഇത്രയും കാലവും അവൻ ജീവിച്ചത്. അവന്റെ ഫേസ് കണ്ട് ഒരു സെക്കൻഡ് ഉള്ളവർ തിരിച്ചറിയും ഗവൺമെന്റ് ഒരുപാട് കാലമായിട്ട് അന്വേഷിക്കുന്ന ഒരു വാണ്ടഡ് ക്രിമിനലാണ് സാക്ഷാൽ കിങ്. അതുകൊണ്ടാണ് കറുത്ത ഹെയറും ഇത്തരത്തിൽ ഒരു സ്റ്റെൽത്ത് ബോഡിയൊക്കെ ആയി അവനെ തന്നെ ഹൈഡ് ചെയ്ത് വർഷങ്ങളോളം ഇവിടുത്തെ ഒരു മെയിൻ പവർഫുൾ പേഴ്സൺ ആയിട്ട് ജീവിച്ചത്. എന്റെ അസിസ്റ്റൻസ് തന്നെ ഇപ്പൊ പരസ്പരം പറയും 100 മില്യൺ ബറീസ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും പണം നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കും. അതിനുശേഷം റിയൽ ഫേസ് കണ്ട അവന്റെ അസിസ്റ്റൻസിനെ തന്നെ അവനങ്ങനെ ചുട്ടുകരിച്ച് കൊല്ലുകയാണ്. സോറോയ്ക്കാണെങ്കിൽ അത് കണ്ട് ചിരി അടക്കാനായിട്ട് കഴിയില്ല. ഓ നോ, ഇത്രയും നേരവും നിനക്കുണ്ടായിരുന്ന ഓവർ കോൺഫിഡൻസ് അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയോ? നീ ആ കോട്ടിനുള്ളിൽ കടന്ന് ഇത്രയും കാലം വീർപ്പ് കൂട്ടുകയായിരുന്നില്ലേ? പുറത്തേക്ക് വരാനുള്ള സമയമാണ്. നിനക്ക് ശുദ്ധമായി ശ്വസിച്ച് എന്നോട് ഫൈറ്റ് ചെയ്യാം. ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് സോറോ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. സോറോയ്ക്കും അറിയാം അന്വേഷിക്കുന്ന ഒരു വെൽ നോൺ ക്രിമിനലാണ് ഈ കിങ് എന്ന്. സോറോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ വെറുപ്പിക്കുകയാണ്. ഏത് ട്രൈബിലുള്ള ആളാണ് നീ ചോദിക്കും. അതിനവൻ മുഴുവനായിട്ടും അവന്റെ കോട്ട് അത് റിമൂവ് ചെയ്യും. അതിനുശേഷം അവൻ അത്രയും നാൾ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന അവന്റെ വെറുപ്പും പകയും കഴിവും പവറും ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ സോറോയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. സോറോയ്ക്ക് മനസ്സിലാവും അവന്റെ ഫുൾ പവർ ഉപയോഗിച്ചാണ് ഇപ്പൊ സോറോയെ അറ്റാക്ക് ചെയ്യുന്നതെന്ന്. സോ സോറോയും അവന്റെ ഫുൾ എഫേർട്ട് ഇട്ട് അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അതേസമയം എൻമാ സ്ക്വാഡിൽ ഇപ്പൊ വീണ്ടും വീണ്ടും പവർ കൂടി വരികയാണ്. അതാണെങ്കിൽ അവന്റെ ഹോക്കി പവർ അബ്സോർബ് ചെയ്യും. സോറോ വീണ്ടും അതിനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കും. അവന്റെ തലയുടെ പുറകിൽ റെഡ് കളറിൽ ഫ്ലെയിം അങ്ങനെ കത്തുകയാണ്. സോറോ ആണെങ്കിൽ അവനോട് ചോദിക്കും, നിന്റെ ആ ഒരു ട്രൈബിന്റെ പേരെന്താണ്? നീ ഓൾറെഡി റിട്ടയർഡ് ആവാനായതാണ്. സോ ഞാൻ നിന്നെ ഈസി ആയിട്ട് റിട്ടയർമെന്റ് ലൈഫിലേക്ക് അയക്കാന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ അടുത്തേക്ക് വരും. ഇങ്ങാണെങ്കിൽ തീർത്തു പറയും, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. അതിനു മുൻപ് ഞാൻ കൈഡോയെ കിങ് ഓഫ് ദ പൈററ്റ് ആക്കി മാറ്റും. അതിന് സോറോ പറയും, കിങ് ഓഫ് ദ പൈററ്റായി മാറാൻ പോകുന്നത് കോഹാറ്റ് ലൂഫിയാണെന്ന് പറഞ്ഞ് അവന്റെ 3 സ്ക്വാഡ് അതെടുത്ത് കംപ്ലീറ്റ് പവറിൽ അവനുമായിട്ട് അറ്റാക്ക് ചെയ്യും. ആക്ച്വലി വലിയൊരു ട്രാപ്പിൽ പെട്ടുപോയ കിങ്ങിനെ സേവ് ചെയ്തത് സാക്ഷാൽ കൈഡോ ആണ്. സോ അന്ന് കൈഡോയ്ക്ക് കൊടുത്ത പ്രോമിസ് ആണ് അവനെ കിങ് ഓഫ് ദ പൈററ്റ് ആക്കി മാറ്റും. അതിനുവേണ്ടിയാണ് കിങ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷക്കാലമായിട്ട് പോരാടുന്നത്. ഇതാ ഇപ്പൊ കിങ്ങിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ പങ് ഹസാഡില് അലാം അതങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ റിസർച്ചിന് വെച്ചിരുന്ന ഗിനിപ്പന്നിയെ ഇപ്പൊ കാണാനില്ല. എല്ലാ സോൾജിയേഴ്സും ഓരോ ഭാഗത്തൂടെ ഓടുമ്പോ മറ്റൊരു ഭാഗത്ത് ഒരാള് അങ്ങനെ തീയിൽ കിടന്ന് വെന്തുരുകയാണ്. അത് കണ്ട് കൈഡോ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ തീയെല്ലാം തന്നെ അണയ്ക്കും. ആക്ച്വലി കൈഡോയെയും അവിടെ ചെയിനൊക്കെ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കത്തി എരിഞ്ഞുകൊണ്ടിരുന്നത് മറ്റാരുമല്ല സാക്ഷാൽ കിങ്. കൈഡോ ആണെങ്കിൽ അവനോട് പറയും, നീ ആ ലുണാരിയൻ ട്രൈബിലുള്ള ഒരാളല്ലേ? ഞാൻ പുറത്തു നിന്ന് തന്നെ നിന്റെ സർവൈവൽ കപ്പാസിറ്റി അത് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്തിരുന്നു. നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മാത്രമല്ല നിനക്ക് തീയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കൈഡോയെ കണ്ട് ടെൻഷനാവും. നീയും അവരെന്നോട് ചെയ്തതുപോലെ എന്നെ ദ്രോഹിക്കാനാണോ പ്ലാൻ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടുകൂടെ പോവില്ല. അതിന് കൈഡോ ആണെങ്കിൽ അവനോട് പറയും, ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോയി എൻ്റെതായ ഒരു ടീം അത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിന്റെ പ്ലാൻ അതെന്താണെന്ന് ചോദിക്കും. അടുത്ത നിമിഷം ഒരുപാട് സോൾജിയേഴ്സ് അവിടേക്ക് പാഞ്ഞടുക്കും. അത് കണ്ട കൈഡോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ നീട്ടി അവരെങ്ങനെ വെട്ടിത്തെറിപ്പിക്കുകയാണ്.
അല്പസമയം കഴിഞ്ഞ കൈഡോയും കിങ്ങും അവർ രണ്ടുപേരും ഇപ്പൊ ആ പ്രിസണിൽ നിന്ന് പുറത്തേക്ക് ഹായ് ആയിട്ട് കടന്നു വരികയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും നമ്മുടെ റിസർച്ച് ഗിനി പിക്സ് അവർ രക്ഷപ്പെട്ടു പോയി, ഒരു കാരണവശാലും അവരിവിടെ നിന്ന് പോകാനായിട്ട് പാടില്ല. ഇതിൽ കിങ്ങിനെയും കൈഡോയെയും അവർ രണ്ടുപേരെയും അവിടെ വെച്ച് നേവി ബേസിലുള്ള സയന്റിസ്റ്റുകൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നത്. കൈഡോ ആണെങ്കിൽ അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് ഒരുപാട് സോൾജിയേഴ്സിനെ അങ്ങനെ അൺകോൺഷ്യസ് ആക്കും. മറ്റൊരു ഭാഗത്ത് കുറെ സോൾജിയേഴ്സ് ഇപ്പോ കിങ്ങിനെ ഷൂട്ട് ചെയ്യും. ബോഡിയിൽ ആ ബുള്ളറ്റ്സ് കൊള്ളും, പക്ഷെ അവന് യാതൊരു കൂസലുമില്ല. അവനങ്ങനെ ചാടി വന്ന് സ്ക്വാഡ് എടുത്ത് അവറ്റകളെ വെട്ടി താഴെയിടും. ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവിൽ കൈഡോയും കിങ്ങും അവർ രണ്ടുപേരും ചേർന്ന് ആ പങ് ഹസാർഡ് തന്നെ കത്തിയിരിക്കുകയാണ്. കൈഡോ ആണെങ്കിൽ അവന്റെ യഥാർത്ഥ പേര് ഇപ്പോൾ അവനോട് ചോദിക്കും. അതിനവൻ ഒയ്ബർ എന്ന് മറുപടി പറയും. കൈഡോ ആണെങ്കിൽ അവനോട് പറയും, നീ ഇന്നു മുതൽ എൻ്റെ വലം കൈയാണ്, നിന്റെ പേര് കിങ് എന്ന് ഞാൻ ചേഞ്ച് ചെയ്യാണ്, നീ ഇന്നു മുതൽ കിങ് ആണ്. ഇതാ പ്രസന്റ് കാണിക്കും. കിങ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെററായി ഇപ്പൊ അവന്റെ ഫയർ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാണ്. അവൻ സോറോയോട് പറയും, ലോകത്തിന് ആവശ്യം എന്നെ പോലെയുള്ള ഒരു ലോക്കൽ സ്ക്വാഡ്സ്മാനെ അല്ല, മറിച്ച് കൈഡോയും എന്നെ പോലെയുള്ള നമ്പർ 1 ആൾക്കാരെയാണെന്ന് പറഞ്ഞ് അവനിപ്പോ സോറോയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. സോറോ അവനാണെങ്കിൽ തിരികെ അറ്റാക്ക് ചെയ്യില്ല. കാരണം സോറോയ്ക്ക് നന്നായിട്ട് അറിയാം അവന്റെ ഫയർ അത് ഇരട്ടിയായിട്ടുണ്ട്. മാത്രമല്ല അവന്റെ പവർ അതിപ്പോ കൂടിയിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവനോട് ഫൈറ്റ് ചെയ്താൽ അത് ആപത്താണെന്ന് മനസ്സിലാക്കി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. ഇതാണെങ്കിൽ അവന്റെ മാഗ്മ പവർ അതുപയോഗിച്ച് പൊരിഞ്ഞ പോരാട്ടം. സോറോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ മൂവ്മെന്റ് അത് ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും. കിങ് ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ഒരു ഭാഗത്തുനിന്ന് ഇൻവിസിബിൾ ആവുകയാണ്. കാര്യം പിടികിട്ടിയ സോറോ അവന്റെ ഫുൾ പവറും എടുത്ത് കിങ്ങിനെ ഫോക്കസ് ചെയ്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ കിങ്ങിന് നല്ല രീതിയിൽ പരിക്ക് പറ്റും. സോറോ ആണെങ്കിൽ കിങ് അവൻ വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന സമയം അവന്റെ ഫയറിന്റെ പവർ അത് കുറയുന്നതായിട്ട് ശ്രദ്ധിച്ചു. ആ ഗ്യാപ്പിലാണ് അവൻ അറ്റാക്ക് ചെയ്തത്. കിങ്ങിന് മനസ്സിലാവും കിങ്ങിന്റെ വീക്ക് പോയിന്റ് അതെന്താണെന്ന് സോറോ കണ്ടെത്തിയെന്ന്. സോറോ ആണെങ്കിൽ നിർത്താതെ ഇപ്പൊ കിങ്ങിനെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയും നേരം കിങ് ആണെങ്കിൽ സോറോയെ പരിഹസിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ സോറോ അവനാണെങ്കിൽ തിരികെ കിങ്ങിനെ പരിഹസിക്കും. എന്തുപറ്റി, നീ കൺഫ്യൂസ്ഡ് ആയോ? അവന്റെ കാര്യമൊന്നുമില്ല, ഞാൻ നിന്നെ ഈസി ആയിട്ട് തല്ലിക്കൊല്ലാന്ന് പറഞ്ഞ് ഇപ്പൊ സോറോ ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യും. കിങ്ങിന് കാര്യം പിടികിട്ടും. അവൻ ടെററായി അവന്റെ ഫുൾ പവറിലേക്ക് പോകും. കിങ് ആണെങ്കിൽ മാഗ്മ പവറിൽ ഒരുപാട് ഡ്രാഗൺസിനെ ക്രിയേറ്റ് ചെയ്യാണ്. സോറോ ആണെങ്കിൽ നൈസായി അവറ്റകളെല്ലാം വെട്ടിത്തിരിപ്പിച്ച് ഇപ്പോ കിങ്ങിന്റെ അടുത്തേക്ക് വരും. നൈസായിട്ട് ഒന്ന് ജെർക്കാവും. പക്ഷെ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ബമ്പ ഫോഴ്സിൽ മാഗ്മയിലെ ഡ്രാഗൺസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോറോ നണ്ണുവിട പുറകിലേക്ക് പോവാതെ വീണ്ടും വീണ്ടും അവറ്റകളെ വെട്ടിത്തെറിപ്പിച്ച് മുൻപോട്ടേക്ക് കുതിച്ചു പായുകയാണ്. കിങ്ങിനാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. കാരണം അവന്റെ കംപ്ലീറ്റ് ട്രിക്സും ഇപ്പൊ സോറോ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവൻ ക്രിയേറ്റ് ചെയ്ത മുഴുവൻ ഡ്രാഗൺസുകളെ അങ്ങനെ വെട്ടി വീഴ്ത്തി ഇപ്പൊ ക്ലോസ് എത്തിയ സോറോ ആണെങ്കിൽ കിങ്ങിന്റെ ഒരു ചിറക് തന്നെ വെട്ടി എറിയാണ്. ചോര അങ്ങനെ തുളുമ്പി കിങ് താഴേക്ക് പോവും. കിങ് ആണെങ്കിൽ ആ സമയത്തും കൈഡോയെ കുറിച്ച് തന്നെയായിരിക്കും ആലോചിക്കുക. അവർ ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് അതിനുശേഷം കൈഡോ ചോദിക്കും, നീ എന്നെ ഒരു ജോയ് ബോയ് ആയിട്ടാണോ കരുതുന്നത്? അതിന് കിങ് ആണെങ്കിൽ എനിക്കത് എന്താണെന്ന് അറിയില്ല. പക്ഷെ കൈഡോയുടെ ഒരു കാര്യം അവൻ തീർത്തു പറയും, നീയാണ് എനിക്ക് ഈ പുതിയ ലൈഫ് തന്നത്. സോ കിങ് ഓഫ് ദ പൈററ്റ് ആക്കി നിന്നെ മാറ്റാനായിട്ട് എൻ്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാ പ്രസന്റ് കാണിക്കും. അവനാണെങ്കിൽ അവന് കൊടുത്ത ആ ഒരു പ്രോമിസ് അത് പാലിക്കാൻ കഴിയാതെ കംപ്ലീറ്റ് നോക്ക് ഡൗൺ ആയി താഴേക്ക് പോവാണ്. കാരണം നമ്മുടെ ലൂഫിയുടെ പ്രോമിസ്, ലൂഫിയുടെ എയിം, ഡിറ്റർമിനേഷൻ അതെല്ലാം അതിനെ കഴിഞ്ഞെല്ലാം തന്നെ ഒരുപാട് മുകളിലാണ്. അങ്ങനെ സോറോയും കിങ്ങും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കിങ്ങിനെ സോറോ കൊന്നു തള്ളുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.